ഹലോ, ഇന്ന് ഭൂമിയുടെ ഒരംശം കുപ്പിക്കുള്ളിലാക്കാൻ പോവുകയാണ്. വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നനവുള്ള സോയിലും അതുപോലെ ചെറിയ ചെറിയ പ്ലാന്റ്സും ഫേൺസും അതുപോലെ തന്നെ പായലുമാണ് എടുത്തേക്കുന്നത്. ടെറാറിയം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഒരുപാട് നാൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നും വളരെയധികം വ്യത്യാസമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ മതിലിന്മേലും അതുപോലെ തന്നെ സ്റ്റെപ്പിൻ്റെ അറ്റത്തും വീടിൻ്റെയൊക്കെ ചുവരിലൊക്കെ ആയിട്ട് ഒരുപാടധികം പായലുകളും ഇതുപോലുള്ള ഫേൺസും ഒക്കെ കാണാനിടയായിട്ടുണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഒന്ന് മഴ പെയ്ത് തോന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പായലുകൾ ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് പായൽ ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഉള്ളതിൽ ഏറ്റവും നീളം കൂടിയ ഒരു കുപ്പിയാണ് എടുക്കേണ്ടത്. നല്ല ലെങ്ത് വേണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഭംഗി അതിനകത്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പെയിൻറ്റിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു. അതിനകത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാവണം എടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു പശ ഉള്ള ഭാഗം കാണുമല്ലോ. ആ ഭാഗം ബാക്കിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ സോയിലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം സ്ക്രാച്ചൊന്നും ഇല്ലാത്ത ബോട്ടിൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. ഇനി ബോട്ടിൽ ഇതുപോലെ ഒന്ന് ചരിച്ചിടണം, എന്നിട്ട് വേണം നമ്മൾ സോയിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് നമ്മൾ ഈ സോയിൽ ഇട്ട് കൊടുക്കുന്നത്. മുഴുവനായിട്ടല്ല ഇടുന്നത്, ബോട്ടിലിന് ചരിച്ചു വെച്ചിട്ട്. ഇടുന്ന സോയിലിന് നനവുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ പ്രസ് ചെയ്ത് സോയിൽ നന്നായിട്ട് അതിനകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റണം. അത്തരത്തിൽ നമ്മൾ സോയിൽ നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന പായലിൻ്റെ പീസുകൾ നമ്മൾ ഇതുപോലെ ഇട്ടതിന് ശേഷം ഇത്തിരി നീളമുള്ള സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ സോയിൽ പ്രസ് ചെയ്ത രീതിയിൽ തന്നെ ഇതുപോലെ പ്രസ് ചെയ്യണം. നമുക്ക് വീട്ടിനകത്തൊക്കെ കയറി ചെല്ലുന്ന ഭാഗത്തൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ ഇത് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ട്രൈ ചെയ്യാനുള്ള രീതിയിലുള്ള സിമ്പിൾ പ്രൊസീജിയർ ഉപയോഗിച്ചിട്ട് ഇത് പറയുന്നത്. നമുക്കെല്ലാം അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു വടി ഉപയോഗിച്ചിട്ട് നമ്മളിതേ ഈ ഒരു പായൽ ആ ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഫേൺസിൻ്റെയൊക്കെ ചെറിയ ചെറിയ ബ്ലോക്കുകളുണ്ടല്ലോ, അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഫേൺസ് പായലിനോടൊപ്പം തന്നെ ഇങ്ങനെ പറിച്ചെടുത്താൽ മതി. അപ്പോൾ വേരൊന്നും ഷേക്ക് ആവാതെ, അപ്പോൾ അതാകുമ്പോൾ ഉണങ്ങിപ്പോകത്തില്ല, ഒരുപാട് നാൾ ഈട് നിൽക്കും. അപ്പോൾ ഇതുപോലൊരു വടി ഉപയോഗിച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കണം. മാക്സിമം നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫേൺസ് പൊക്കിയും താത്തും ഒക്കെ വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ നേരത്തെ മണ്ണ് ഉറപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും കേട്ടോ ഇത് എത്ര നാൾ നിൽക്കുമെന്നുള്ള കാര്യം. നന്നായിട്ട് പ്രസ് ചെയ്ത് മണ്ണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ നൂത്ത് പിടിച്ചാൽ ഒന്നും പോകത്തില്ല. ഇനി ഒരു മോസ് കൊണ്ട് ഉണ്ടാക്കിയ ട്രീ ആണ് വെക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ചെറിയൊരു ചുള്ളിക്കമ്പ് എടുക്കുക. അപ്പോൾ അതിനകത്തേക്ക് പായൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു നൂലിട്ടിട്ട് ഒന്ന് കെട്ടി വലിഞ്ഞ് കൊടുക്കുക. അപ്പോൾ അതുപോലെ ആണ് മൊത്തം ചില്ലകളിൽ വെച്ച് ഇതുപോലൊരു ട്രീ ആക്കി എടുത്തേക്കുന്നത്. അപ്പോൾ കുപ്പിക്കുള്ളിലേക്ക് വെക്കുമ്പോൾ അതിൻ്റേതായ ഒരു ആംബിയൻസ് കിട്ടും. ഒരു ട്രോപ്പിക്കൽ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ചെന്ന് നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് ആ കുപ്പിക്കുള്ളിൽ കിട്ടും. അപ്പോൾ ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ചെറിയ പ്ലാന്റ്സ്, ഞാൻ ഇവിടെ ബിഗോണിയ, ഫിറ്റൂണിയ പോലെയുള്ള വളരെ ചെറിയ പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്ലാന്റ്സൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് കാണാം. നമുക്ക് ഈ കുപ്പി നൂത്ത് പിടിച്ചാലൊന്നും പോകത്തില്ല കേട്ടോ. ആ ഒരു ആംബിയൻസ് അതിനകത്ത് നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. നമുക്കിതുപോലെ വീട്ടിനകത്ത് ഇതുപോലെയൊക്കെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഇതിനകത്ത് ഫേൺസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ സ്വയം റെസ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ മോയിസ്റ്റ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ആ ഒരു മിസ്റ്റ് കുറച്ച് നേരത്തെ സൺലൈറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ മിസ്റ്റ് തന്നെ വാട്ടർ ഡ്രോപ്സ് ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയർ ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്ങാനും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ല, നേരത്തെ കണ്ട മിസ്റ്റാണ് ഇപ്പോൾ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. തന്നെ ഒഴുകി വീണ്ടും ആ ബോട്ടിലിനുള്ളിലേക്ക് ചെന്നോളൂ. അപ്പോൾ ആരെ കൊണ്ട് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. വെറുതെ കളയുന്ന ബോട്ടിൽസൊക്കെ നമുക്ക് എടുത്ത് ഇതുപോലെ ക്രിയേറ്റീവായിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.